ഇടുക്കി രാജാക്കാട്ടിൽ നിർത്തിയിട്ടിരുന്ന വാഹനം പുറകോട്ടുരുണ്ട കാറിലിടിച്ച് അപകടം. ഇടിയുടെ ആഘാതത്തിൽ കാറ് ഷട്ടർ തകർത്ത് സമീപത്തുണ്ടായിരുന്ന ബാങ്കിലേക്ക് ഇടിച്ചു കയറി. ബാങ്കിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി. വാഹനം ഉരുണ്ടെത്തിയപ്പോൾ സമീപത്തു നിന്ന് സംസാരിച്ചിരുന്നവർ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ക്വാളിറ്റി കറി പൗഡറിന്റെ വാഹനമാണ് ഇടിച്ചു കയറിയത്. അലക്ഷ്യമായി വാഹനം പാർക്ക് ചെയ്തതാണ് അപകട കാരണമെന്നും നാട്ടുകാരടക്കം പറയും. കഴിഞ്ഞ ദിവസമാണ് രാജാക്കാട് ടൗണിൽ അപകടം നടന്നത്. രാജാക്കാട് മർച്ചന്റ് അസോസിയേഷൻ ലോഡ്ജിന് സമീപം വാഹനം നിർത്തിയതിനു ശേഷം ഡ്രൈവർ മുറിയിലേക്ക് പോയി. രാത്രി 8:30 വാഹനം തനിയെ പുറകോട്ടുരുണ്ട് സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ കാറ് കോടിയൽ ഗ്രാമീൺ എന്ന സ്വകാര്യ ബാങ്കിന്റെ ഷട്ടർ തകർത്ത് അകത്തേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. അപകടം നടക്കുന്ന സമയത്ത് സമീപത്ത് സംസാരിച്ചു നിന്നവർ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടതും തലനാരിഴയ്ക്ക്. ഹോൾഡ്. ക്വാളിറ്റി കറി പൗഡറിൻ്റെ വാഹനം ഇടിച്ച് നമ്മുടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിലിടിക്കുകയും ആ കാറിടിച്ച് നമ്മുടെ ഷട്ടറും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഗ്ലാസും ബാങ്കിൻ്റെ സെൻസറും സെക്യൂരിറ്റി അലാമും അടക്കമുള്ള ഉപകരണങ്ങളും തകരാറിലായിട്ടുണ്ട്. ഇന്നിപ്പോൾ ബാങ്ക് നമുക്ക് പ്രവർത്തനം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ബാങ്കിന്റെ മുൻവശത്ത് സ്ഥാപിച്ചിരുന്ന ചില്ലുകൾ പൂർണ്ണമായും തകർന്നു. ബാങ്കിന്റെ സെക്യൂരിറ്റി അലാം സിസ്റ്റം അടക്കം നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ബാങ്കിന്റെ പ്രവർത്തനവും അവതാളത്തിലായി. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള TN 99 AB 0309 എന്ന നമ്പറിലുള്ള വാഹനത്തിന് ഹാൻഡ് ബ്രേക്ക് അടക്കമുള്ള സംവിധാനങ്ങളുമില്ല. നിർത്തിയിട്ട വാഹനം പിറകോട്ട് ഉരുണ്ടുപോകാതിരിക്കുന്നതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാതെ അലക്ഷ്യമായി പാർക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമെന്നാണ് ആരോപണം. ഇത്തരം സാഹചര്യങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്തു വരുന്ന അലക്ഷ്യമായ പ്രവർത്തനമാണ്. ഈ ഡ്രൈവർമാരൊക്കെ വണ്ടി കൊടുത്തു വിടുന്ന കമ്പനികളൊക്കെ ശ്രദ്ധിക്കണം. ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ സന്ധ്യയായിട്ടില്ല. ഹാൻഡ് ബ്രേക്കും ഇല്ല. കൂട്ട് വണ്ടികൾക്കാണ് കൊടുത്തു വിടുന്നത്. ഈ സൈസ് വണ്ടികളൊക്കെ തവണ കൊടുത്ത് പാർക്ക് ചെയ്തിട്ട് പോയി. ഇത് ഒരു കാറിൻ്റെ സംഭവത്തിലോ അല്ലെങ്കിൽ ഒരു ഷട്ടറിൻ്റെ സംഭവത്തിലോ നിന്നത് വേറെ വല്ലയിടത്തുവാണെങ്കിൽ ഇത് സംഭവിച്ചതിനെ ഒരുപാട് ദൂരം പോവുകയോ അല്ലെങ്കിൽ ടൗണിലേക്ക് ഇറക്കി ഒരുക്കിക്കൊണ്ടു പാർക്ക് ചെയ്തിരുന്നതുകൊണ്ട് ഇത്രയും സംഭവിച്ചത്. സ്വകാര്യ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുവാൻ ഓടുന്ന ഇത്തരം വാഹനങ്ങൾ പലതും തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ളതാണ്. ഇതിനാകട്ടെ മതിയായ സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാത്തതാണെന്നും ഇത്തരം വാഹനങ്ങൾ കൃത്യമായി പരിശോധന നടത്തുവാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാകണമെന്നും ആവശ്യമുയരുന്നുണ്ട്. സിറ്റി വിഷൻ, രാജാക്കാട്.